കലോത്സവത്തിന്റെ മൂന്നാം ദിവസമാണിന്ന്. ഇന്ന് ഇഞ്ചോടിഞ്ചോടുള്ള പോരാട്ടമാണ്. ഓരോരുത്തരും കപ്പിനായുള്ള മത്സരങ്ങളാണ് കാണുന്നത്. എന്നാൽ ഇന്ന് വളരെ ശാന്തമായിട്ടുള്ള ദിവസം തന്നെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെയൊക്കെയായിരുന്നു ധാരാളം അപ്പീലുകളുടെയൊക്കെ ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് പൊതുവേ അന്തരീക്ഷം ശാന്തമാണ്. പക്ഷേ മഴയ്ക്കുള്ളൊരു പ്രതീതി കാണുന്നത് കൊണ്ട് തന്നെ എത്രമാത്രം ബാക്കി ഇനി വരുന്ന സമയങ്ങളിലേക്കൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ കണ്ണൂരാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. പാലക്കാടും കോഴിക്കോടും രണ്ടാമത് ആണ്. പക്ഷേ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ കേരള വിഷൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഓരോ നിമിഷവും കൃത്യമായിട്ടുള്ള ദൃശ്യഭംഗി ചോരാതെ എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കേരള വിഷൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഫിജിയിലേക്ക് തന്നെ പോവുകയാണ്. ഒരു ഗസ്റ്റ് കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഫിജി. നമുക്ക് ഇന്നിപ്പോൾ അവരെല്ലാവരും റെഡിയായോ? ഒപ്പനയാണ് പറഞ്ഞിരുന്നത്. എല്ലാവരും സെറ്റായി റെഡിയായിരിക്കുകയാണോ? നമ്മുടെ ഒപ്പന കുട്ടികൾ, സുന്ദരി കുട്ടികൾ, മൊഞ്ചത്തി കുട്ടികൾ ഇവിടെ റെഡി ആയിരിക്കുന്നു. നമുക്ക് അവരുടെ വിശേഷം ആദ്യം അറിഞ്ഞ ശേഷം നമുക്ക് പോകാം. അവരുടെ ഒപ്പന മത്സരത്തിലേക്ക്, അവരുടെ പെർഫോമൻസിലേക്ക് പോകാം. മോളെ, നിങ്ങളെ ടീം എവിടുന്നാ വരുന്നത്? കോഴിക്കോട് നിന്നാണ് വരുന്നത്. കോഴിക്കോട് ഇതാ. ഇതൊക്കെ സ്വർണ്ണമാണോ മൊത്തം? എല്ലാം കൂടെ എത്ര കിലോ വരും? 100 കിലോ വരും. 100 പവൻ വരും എല്ലാവർക്കും കൂടെ. അപ്പൊ ഇത് പിള്ളേരെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ 100 പവൻ കിട്ടും. ഓക്കെ, നമുക്ക് തുടങ്ങാം, പെർഫോമൻസ് തുടങ്ങാം. അപ്പോ നമുക്ക് കുട്ടികളുടെ ഒപ്പന കണ്ട് തിരിച്ചു വരാം കേട്ടോ. ഓക്കെ, പെട്ടെന്ന് തന്നെ റെഡി. സബ് കമ്മിറ്റികളാണ്. 20 സബ് കമ്മിറ്റികളുടെയും ചുമതലകൾ ഏറ്റെടുത്തിട്ടുള്ളത് ജനപ്രതിനിധികൾ, അതിന്റെ ചെയർമാൻമാരുണ്ട്, MLA മാര്, കോർപ്പറേഷൻ കൗൺസിലർമാര്, അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ, അതുപോലെ പഞ്ചായത്ത് സംവിധാനത്തിലെ ജനപ്രതിനിധികൾ, ഇവരൊക്കെ അതിന്റെ ചെയർമാൻമാരായിട്ടും സംഘാടക സമിതിയുടെ അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ മുഴുവൻ സംഘാടന ചുമതല, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അധ്യാപക സംഘടനകളാണ്. ഇപ്പോ ഉദാഹരണത്തിന് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ മുഹമ്മദ് മുസ്തഫ തങ്ങളെ സൂചിത്തായി വന്താനേ ചിത്തം തെളികത്തി അവരൊരു മിത്തവരാ ഉയർത്തുവാൻ ചിത്രം തെളിഞ്ഞെത്തി അവരെത്ര മഹത്തരമാ. ജെൻസിന്റെ ടീച്ചേഴ്സിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് ലേഡീസ് എന്താണ് റോൾ എന്നുള്ളത്. ഓക്കെ, അവരുടെ പെർഫോമൻസ് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു വിദ്യ? പെട്ടെന്ന് മൊഞ്ചത്തി മണവാട്ടിയും ഒരുപാട് മൊഞ്ചത്തിമാരും ചേർന്നുള്ള നൃത്തം എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ആണല്ലേ? ഓക്കെ, അവിടെ ഇരുന്ന് ആസ്വദിക്കുകയാണ്. ഓക്കെ, വളരെ നന്ദി വിദ്യയുടെ ജഡ്ജ്മെന്റിന്. ഓക്കെ, നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പെട്ടെന്ന് പോകാം. സസ്പെൻസ് ആണ്, തിരിച്ചെത്താം. അവിടുന്ന് സ്റ്റുഡിയോയിലേക്ക് എടുത്തോളൂ വിദ്യ. ശരി. കലോത്സവ വേദിയിലെ കളർഫുൾ ഐറ്റമായ സംഘനൃത്തത്തിൽ എ ഗ്രേഡോടെ മടങ്ങിയിരിക്കുകയാണ് ഗോത്ര വിഭാഗത്തിലെ 7 പെൺകുട്ടികൾ. അട്ടപ്പാടി മോഡൽ